ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും സ്പിന്നിംഗ് പോയിന്റിൽ പുതിയൊരു വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണേട്ടാ. ഇന്നത്തെ നമ്മുടെ പരിപാടി മുരിങ്ങ വെട്ടലാണ്ടാ. നമ്മുടെ ഓയിസ്റ്റർ തന്നെ നമ്മളിവിടെ മുരിങ്ങ എന്നാണ്ടാ പറയുന്നത്. ഇന്ന് നമ്മുടെ കൂടെ മുരിങ്ങ എടുക്കാനായിട്ട് കൂടെ ഉള്ളത് മറ്റാരുമില്ല, നമ്മുടെ സുകുമാരച്ചേട്ടനാണ്ടാ. നമ്മളിന്ന് വഞ്ചിക്കാണ് മുരിങ്ങ കളക്ട് ചെയ്യുന്നത് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങണില്ല, വഞ്ചിക്കകത്ത് ഇരുന്ന് തന്നെയാണ്ടാ മുരിങ്ങ എടുക്കുന്നത്. ഇതാ ദൂരെ കാണുന്ന കണ്ടലുണ്ടാ, അതാണ്ടാ നമ്മുടെ സ്പോട്ട്. കണ്ടലിലെ വേരുമ്പ പിടിച്ചിരിക്കണം മുരിങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴല്ല മുരിങ്ങ വെട്ടാൻ ഇറങ്ങേണ്ടത്, ഇപ്പം വെള്ളം നല്ല ഏറ്റവും ഉണ്ടാ. ഇറക്ക ടൈമിലാണ് ഇറങ്ങേണ്ടത്, അപ്പോഴേ നമുക്ക് കൂടുതൽ മുരിങ്ങ കിട്ടുള്ളൂട്ടാ. നമ്മൾ പിന്നെ ഫ്രീ ആയപ്പോൾ ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി നോത്തറുള്ളൂട്ടാ. കിട്ടണം എന്തായാലും നമുക്ക് കളക്ട് ചെയ്ത് എടുക്കാം. കണ്ടലിലെ വേരുമെന്നായതുകൊണ്ട് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. സുകുമാരച്ചേട്ടൻ എന്തായാലും ഡെയിലി ഒരു 2 നേരമൊക്കെ മുരിങ്ങ എടുക്കാൻ ഇറങ്ങണേ. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്പോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് മീനെ കോരാനായിട്ട് വന്നത്. അപ്പോൾ അതേ നമ്മൾ വഞ്ചി തുഴഞ്ഞ് ഏകദേശം നമ്മുടെ മുരിങ്ങ എടുക്കണ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വഞ്ചി അങ്ങോട്ട് കണ്ടലിൻ്റെ സൈഡിലോട്ട് അടുപ്പിച്ചിട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. മുരിങ്ങ ഇടാൻ നമ്മതേ ബക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ മുരിങ്ങ ഇടണ അന്തരീക്ഷമാണെങ്കിൽ നമ്മൾ വഞ്ചി തന്നെ ഇടും കേട്ടോ. അപ്പോൾ നമ്മതേ മുരിങ്ങട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാ. കണ്ട കണ്ടല്ലേ വരുമ്പോൾ മുരിങ്ങ പിടിച്ചിരിക്കണ്ട. ഇതൊക്കെ കുഞ്ഞന്മാരാണ്ട, ഉമ്മര നമ്മൾ എടുക്കില്ല. അപ്പുറത്തെ സൈഡിൽ വലുതിന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഇഷ്ടം പോലെ മുരിങ്ങ കേട്ടാ. എല്ലാം മുകളിലത്തെ ചെറുതുങ്ങളാണ്, വലുതൊക്കെ എല്ലാം അടിയിലാണ്ടാ. ഞങ്ങൾ നമ്മൾ കൈയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറക്കി വരുന്നത് നമുക്ക് സുഖമായിട്ട് എടുക്കാമായിരുന്നു കേട്ടോ. മുരിങ്ങ വെട്ടാൻ ഇറങ്ങുമ്പോൾ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഗ്ലൗസ് യൂസ് ചെയ്യണം ടൈസ്. ഉമ്മര സൈഡിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ കൈ ബ്ലേഡിന് പോകുന്നതിനേക്കാളും കഷ്ടമായിരിക്കും. അപ്പോൾ നമ്മതേ കുറച്ച് മുരിങ്ങ കളക്ട് ചെയ്ത് വഞ്ചിക്കകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. കണ്ടാ നല്ല അത്യാവശ്യം വലിപ്പമുള്ള മുരിങ്ങ ഉണ്ടോ. ഇവന്മാരുടെ മീറ്റിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഈ റേറ്റ് വരുന്നത്. നല്ല വലിപ്പമുള്ള ഇറച്ചിയാണെങ്കിൽ ഒരു മുരിങ്ങക്ക് 3 രൂപ റേറ്റ് വരും കേട്ടോ. വെള്ളം നല്ല രീതിയിൽ ഏറ്റവും കൊണ്ട് വയ്ക്കേണ്ട. വേരിനടിയിൽ നിന്ന് മുരിങ്ങ കയ്യെത്തിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല മെനക്കെട് പിടിച്ച പണിയാണ്. നല്ല സൈസുള്ള മുരിങ്ങയൊക്കെ വേരിനടിയിലായിരിക്കുള്ളൂ ഏറ്റവും കൊണ്ട് വയ്ക്കണ. കാരണം അത് നിങ്ങളെ മര്യാദക്ക് കാണാനും പറ്റൂലിപ്പോൾ. എന്തായാലും നോട്ടത്തിലിരിക്കണ മുരിങ്ങയൊക്കെ നമ്മൾ എടുത്ത് വഞ്ചിയിൽ ഇടേണ്ട. ഇറക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാമായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൊണ്ട് വയ്ക്കണ കാരണം നമുക്കിവിടെ ഇറങ്ങാനും പറ്റില്ല, നല്ല ആഴമുള്ള ഏരിയയാണല്ലോ. ഓരോ വേരുമേയും ഇടക്കിടക്ക് കൊള്ളട്ടാ വലിപ്പമുള്ള മുരിങ്ങ. ബാക്കിയെല്ലാം ചെറുതാണ്, എല്ലാം നമ്മൾ കൈ കൊണ്ട് പറിച്ചെടുക്കേണ്ട. നമ്മൾ ഈ മുരിങ്ങ പറിച്ചെടുക്കണം. കണ്ടൽ കാണിച്ചു തരാം ടീസ്. കണ്ട നല്ല ചെകിട്ടം കണ്ടലാണ്. ഇവന്മാർ ഈ വേരിൻ്റെ പവർ കൊണ്ടാണ്ട് മണ്ണൊലിപ്പൊക്കെ തടയണം. നമ്മുടെ ഈ ഏരിയയിൽ ചില ഭാഗങ്ങളിലൊക്കെ കണ്ടല്ല കൂട്ടം ഉണ്ടട്ടാ. അപ്പോൾ അതെ നമ്മൾ മുരിങ്ങ എടുത്ത് തേടാ. ഇത്രയും മുരിങ്ങ നമുക്ക് കിട്ടിയാട്ടാ. നമുക്കത് ഒരു കൂട്ടം സൈസ് മുരിങ്ങയുള്ള ഒരു വേര് കിട്ടിയാണ് കേട്ടോ. അടിമുട്ടാത്ത വേരാണ്ട. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാണിച്ചു തരാട്ടാ. കണ്ട അതിൻ്റെ അത് ചെറിയ മുരിങ്ങൊന്നുമില്ല കേട്ടോ. ഉള്ളതെല്ലാം നല്ല വലിപ്പമുള്ള മുരിങ്ങകളാണ്. കണ്ടാ ഷെല്ലോടുകൂടി മുരിങ്ങയുടെ വലിപ്പം ഒന്നും നോക്കണ്ട ടേസ്. കുമാരം നമ്മൾ നന്നാക്കി എടുക്കാൻ നേരത്ത് ആകെ മീറ്റ് കുറച്ചുണ്ടാവുള്ളൂ. അപ്പം നമ്മളെ കണ്ടലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മുരിങ്ങ എടുത്ത് കഴിഞ്ഞത് അടുത്ത ഭാഗത്തോട്ട് നീങ്ങി. അപ്പുറത്തെ സൈഡിൽ വലിപ്പമുള്ള മുരിങ്ങ ഏകദേശം നമ്മൾ എടുത്തിട്ടാ. ഇനിയുള്ള എല്ലാം ചെറിയ മുരിങ്ങകളാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. കണ്ടലിൻ്റെ ഏരിയ ഏകദേശം തീരാറായ ടേസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ടാ ആ വാലയുടെ കുറ്റിയാണ്. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്തെടുത്ത് ഇവിടം വരെ എത്തിയിട്ടാ. ഇവിടെ നിന്നും കൂടി മുരിങ്ങ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്ടാ. ഇപ്പോൾ ഏകദേശം ഒരു 100 ഇറച്ചിക്കൊള്ള മുരിങ്ങ ആയിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ മുരിങ്ങ നമുക്ക് കിട്ടിയാണ് കേട്ടോ. വെള്ളമേറ്റ കാരണം ഇത്രയും മുരിങ്ങ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കുറച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വക്കറ്റായിട്ട് വന്ന. ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുരിങ്ങ ഉണ്ട് ടേസ്. നമ്മളെ പറിച്ചിട്ട് പോരാത്തതൊക്കെ കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. മുരിങ്ങ കിട്ടാലിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ഇനി വരാനിരിക്കണുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് കരക്ക് എത്തിച്ചിട്ട് ഓരോ മുരിങ്ങ വേർതിരിച്ച് ഷെല്ല് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ അന്ന് മീറ്റ് എടുക്കണം കേട്ടോ. നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ റേറ്റും കൂടുതൽ. പിന്നെ ഇതിൻ്റെ ലഭ്യതയും കുറവാണ്. ചില ടൈമിലൊക്കെ നമ്മൾ മുങ്ങിത്തപ്പിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ കല്ലിൻ്റെ ചെറയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ മുരിങ്ങ ഉണ്ടാവും. പക്ഷേ അധികം വലിപ്പമില്ലാത്ത മുരിങ്ങ ആയിരിക്കും കേട്ടോ. അതെ നല്ലൊരു കൂട്ടം മുരിങ്ങളൊരു വേര് കിട്ടിയിട്ടെന്ന് തോന്നാം ടൈസ്. വഞ്ചി മുട്ടിയെടുത്തേ, വഞ്ചിയുടെ നില കണ്ടട്ടാ. തീരെ താഴെയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. വെള്ളത്തിൽ നിന്ന് വെട്ടാൻ പണിയാണ് കേട്ടോ. പിന്നെ സൈഡിലൊക്കെ മൊത്തം വേരും കാരണം മരിങ്ങിൽ നിന്ന് നമുക്ക് വെട്ടാനും പറ്റില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങ കിട്ടിയാറുണ്ട് ടൈസ്. ഇവിടത്തെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു കണ്ടലും കൂടി ഉള്ളു കേട്ടോ. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വിടാം കേട്ടോ. നല്ല മുരിങ്ങുള്ളൊരു വേരും കൂടി കിട്ടിയാറുണ്ട് കേട്ടോ. പിന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി എടുത്തിട്ട് നമുക്ക് ലാസ്റ്റത്തെ കണ്ടലിലോട്ട് പോകട്ടോ. വെള്ളം ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ടൈസ്. അതെ ഈ വേരിൽ ഇഷ്ടം പോലെ മുരിങ്ങ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല വലിപ്പമുള്ള മുരിങ്ങ ഉണ്ടാ. അതെ ഇതാണ് ടൈസ് നമ്മുടെ ലാസ്റ്റത്തെ കണ്ടല്. ഇതിൻ്റെ വേരിൽ നിന്നും കൂടി മുരിങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങ എടുക്കൽ കഴിഞ്ഞിട്ടാ. ചെറിയൊരു പീസ് മുരിങ്ങുള്ള ഒരു വേരും കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാണ് കേട്ടോ. ഈ കണ്ടലും ആ മുരിങ്ങ കുറച്ച് കുറവാണ് കേട്ടോ. ആരോ വന്ന് ഇവിടെ നിന്ന് എടുത്ത് തൂത്തുവാരി പോയിട്ടുണ്ട്. എന്തായാലും വേരുമ്പോൾ ബാക്കി വലിപ്പമുള്ള നിൽക്കണ മുരിങ്ങ എടുത്ത് നമുക്ക് വഞ്ചിയിലാക്കാം കേട്ടോ. ഈ കണ്ടലുമെന്നുള്ളത് ഏകദേശം തീർന്ന ടീസ്. ഉള്ളതെല്ലാം ചെറുതാണ്, നമുക്ക് വിടാം. ഇത്രയും
മുരിങ്ങ കിട്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ കിട്ടിയ മുരിങ്ങയായിട്ട് തിരിച്ച് പോരേണ്ട ടേസ്. ഒരു 1/4 മണിക്കൂറോളം നിന്ന് നമ്മൾ മുരിങ്ങ എടുത്തിട്ടാ. ഇനി ഇവന്മാരുടെ അകത്തുനിന്ന് മീറ്റ് പുറത്തെടുക്കണ പണിയും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇതാ കാണുന്ന ചിറ കണ്ടേസ്. ആ ചിറയമേ കൂടി നമ്മൾ മുമ്പൊക്കെ നൈറ്റ് മീനെ കോരാൻ പോകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പോകാറില്ല. അതിൻ്റെ അപ്പുറം കെട്ടാണ്ടാ. ആ സൈഡൊന്നും കോരാൻ പറ്റില്ല. നമുക്ക് ഇപ്പുറത്തുനിന്ന് പുഴയിൽ മാത്രം കോരാൻ പറ്റുള്ളൂ. നമ്മൾ ഏകദേശം ഇപ്പം മീറ്റ് എടുക്കാനായിട്ട് മുരിങ്ങ ഇറക്കിയിടുന്ന സ്ഥലം എത്താറായിട്ടേസ്. നമ്മൾ വെട്ടിയിടുന്ന ഒരു 10-15 മിനിറ്റ് ഇങ്ങോട്ട് വഞ്ചി തുഴയാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങ ഇറക്കി മീറ്റ് എടുക്കുന്ന സ്പോട്ട് എത്തിയട്ടേസ്. അപ്പോൾ അതേ നമ്മൾ സമയം കളയാനുള്ള പണി തുടങ്ങിയേട്ടാ. അരിവാളിൽ തിക്കേണ്ട ഷെല്ല് ബ്രേക്കാണ്. ചെറിയ കത്തിയാലും മതി കേട്ടാ. കണ്ടാ നല്ല വലിപ്പമുള്ള മുരിങ്ങണ്ടേസ്. ഈ മുരിങ്ങയുടെ ഷെല്ലിനകത്ത് ചെറിയൊരു മുരിങ്ങയുടെ പീസ് ഉണ്ടാവും കേട്ടോ. അതാണ്ട് പ്രധാനമായിട്ടും കളയേണ്ടത്. നമ്മൾ മീറ്റ് ഷെല്ലുമേന്ന് വേർപെടുത്താൻ നേരത്ത് ആ പീസും കൂടെ പോരുട്ടാ. അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ ഒരു തരി പോലും മീറ്റിലുണ്ടാവാൻ പാടില്ല കേട്ടാ. ഉണ്ടെങ്കിൽ വയറിന് പണി കിട്ടും. ഇതാണ്ട് ആ പീസ് നല്ല ഷാർപ്പായിരിക്കുള്ളൂ. വയറിനകത്ത് പോയി കഴിഞ്ഞാൽ സീനായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മുരിങ്ങിറച്ചി വാങ്ങാൻ നേരത്ത് നല്ലപോലെ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനാട്ടാ. നമ്മൾ മുരിങ്ങയുടെ മീറ്റ് എടുക്കാൻ നേരത്ത് പല വലിപ്പത്തിലുള്ള മുരിങ്ങറച്ചിയായിരിക്കോട്ടെ കിട്ടും. അത് നമ്മൾ വലിപ്പം അനുസരിച്ച് സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചിട്ടാണ് ആ സെയിൽ ചെയ്യണത്. വലിയ മീറ്റ് ആണെങ്കിൽ 100 എണ്ണത്തിന് 300 രൂപയൊക്കെ റേറ്റ് വരും കേട്ടോ. ചെറുതാണെങ്കിൽ 250 രൂപയൊക്കെ റേറ്റ് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ വന്ന ഫ്രണ്ട്സിനായിരിക്കും മുരിങ്ങറച്ചി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സെറ്റാക്കാം. അപ്പോൾ സ്പിന്നിങ് പോയിന്റിൻ്റെ ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാനേട്ടാ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ടീസ്. ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ ഇതുപോലുള്ള കിടിലം വീഡിയോകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ബൈ.